നമസ്കാരം. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ വസ്ത്രത്തിൻ്റെ ചരിത്രം തന്നെ ലൈംഗികാകർഷത്തിൽ അടിസ്ഥാനപ്പെടുത്തി ഉള്ളതായതുകൊണ്ട് തന്നെ വസ്ത്രത്തിൽ പ്രത്യേകിച്ചും ശ്രൈണ വസ്ത്രങ്ങളിൽ ലൈംഗികമായ ചിഹ്നങ്ങൾ കൂടുന്നത് സ്വാഭാവികമാണ്. അത് തികച്ചും സ്വാഭാവികമാണ്. പക്ഷെ അതിനെ വാണിഭവൽക്കരിക്കുന്നത് മറ്റു പല ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. പലപ്പോഴും മനഃശാസ്ത്രജ്ഞന്മാർ പോലും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ലൈംഗിക ചിഹ്നങ്ങളെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ വാണിഭവൽക്കരണം നടത്താൻ കഴിയുക എന്നുള്ളത് വസ്ത്രമാഫിയ ചിന്തിക്കുന്നത്. അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ സ്ക്രീനുകൾ, ടെലിവിഷൻ, സിനിമ തുടങ്ങിയുള്ള സ്ക്രീനുകൾ അതിനുവേണ്ടി അടിത്തറ ഒരുക്കുന്നു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. ആ സത്യത്തെ ഞാനിവിടെ ചൂണ്ടിപ്പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പലപ്പോഴും ഫെമിനിസ്റ്റുകളായിട്ടുള്ള പലരും വാദിക്കുന്നത് കേൾക്കാം, നമ്മുടെ പെൺകുട്ടികൾ ആകർഷകമായ രീതിയിൽ വസ്ത്രം ധരിക്കുന്നു, അതുകൊണ്ട് എന്താണെന്നൊക്കെ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. അതിൽ വലിയ അന്യായമൊന്നുമില്ല. കാരണം എന്താണെങ്കിൽ പക്ഷേ ആകർഷകമായി വസ്ത്രം ധരിക്കുമ്പോഴും പലപ്പോഴും അത് ലൈംഗിക ആകർഷണമാണ് അതിൻ്റെ പുറകിൽ ഉണ്ടാകുന്നത്. അപ്പോൾ നിരന്തരമായിട്ട് ഈ ലൈംഗികാകർഷണം വെച്ചുകൊണ്ടുള്ള നിരന്തരമായുള്ള ഫാഷനുകൾ ഈ വസ്ത്രമാഫിയ സൃഷ്ടിച്ചു വിടുകയും അവർ 6 മാസം കൂടുമ്പോൾ ഉണ്ടാകുന്ന ഈ പുതിയ ഫാഷനെ സ്വീകരിച്ചില്ലെങ്കിൽ തങ്ങൾക്കെന്തോ ഉണ്ടെന്ന് നമ്മുടെ ഉപബോധ മനസ്സിൽ അവർ പ്രതിഷ്ഠിക്കുകയും ബിസിനസ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു സത്യമാണ്. അത് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് മാത്രം. ഇതൊരു ചരിത്രം എന്നുള്ളത് സിനിമയിലെ ഒരു പ്രധാന ഘടകമാണ് കോസ്റ്റ്യൂംസ് എന്നുള്ളത് കൊണ്ട് അതിനെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് മാത്രം. പലപ്പോഴും കാണാം നമ്മുടെ മുതിർന്ന സ്ത്രീകൾ കൊച്ചുകുട്ടികളെ പോലെ വസ്ത്രം ധരിക്കുന്നത്. അപ്പോൾ കൊച്ചുകുട്ടികളെ പോലെ വസ്ത്രം ധരിച്ച ഒരു സ്ത്രീയോട് ഒരു ലൈംഗിക കാമന തോന്നിയാൽ അതേ വസ്ത്രം ധരിക്കുന്ന ഒരു കൊച്ചുകുട്ടിയോട് ലൈംഗിക കാമന തോന്നാമെന്നുള്ളത് ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ളൊരു സത്യമാണ്. പക്ഷെ അതുകൊണ്ടാണ് പലപ്പോഴും പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്താണെങ്കിൽ അതൊരു മനോരോഗമാണെന്ന് ഡോക്ടർ അഗ്നിവേശനെ പോലുള്ള ആളുകൾ പറഞ്ഞു കഴിഞ്ഞു. അവസാനമായി എനിക്ക് പറയാനുള്ളത്, ഈ വിഷയം സിനിമ തന്നെ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരു സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു തമിഴ്നാടൻ പറയുന്നുണ്ട്, നിങ്ങൾ കണ്ടുകൊള്ളൂ പക്ഷെ കൈവയ്ക്കരുത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വസ്ത്രത്തിൻ്റെ പിന്നിൽ ലൈംഗിക ആകർഷണം തന്നെയാണെങ്കിലും നിങ്ങൾക്ക് കൈവയ്ക്കാൻ അധികാരമില്ല, കണ്ടു രസിക്കാം. അത് നമ്മുടെ ഒരു പുരുഷബോധത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞാൻ അവസാനമായി ഇവിടെ പറഞ്ഞു വിളിക്കുന്നത്. ഈ തുറന്നു വന്ന ഇത് അവസാനിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.